ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ചിങ്ങ 1. കഴിഞ്ഞ 3 വർഷമായി ഓണം മലയാളികൾക്കൊരു സ്വപ്നം മാത്രമായി മാറിയിരിക്കുകയാണ്. എങ്കിലും നമ്മുടെ മനസ്സിൽ ശുഭപ്രതീക്ഷകളാണ് ഓരോ ചിങ്ങപ്പിറവിയും നൽകുന്നത്. ഓണത്തിന് നമ്മൾ ചില പലഹാരങ്ങളൊക്കെ തയ്യാറാക്കാറുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു അവൽ കേസരിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: 200 ഗ്രാം വെള്ള അവൽ, ആവശ്യത്തിന് നെയ്യ്, ഏലക്ക, പഞ്ചസാര ചേർത്ത് പൊടിച്ചത്, 1 കപ്പ് പഞ്ചസാര, കിസ്മിസ്, നട്ട്സ്. ശരി, നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോവാം. ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഈ അവലിനെ ഒന്ന് മൊരിച്ചെടുക്കണം. ചെറുതീയിലിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് മൊരിച്ചെടുക്കാം. അവൽ നമുക്ക് കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടുന്ന പരുവമാവണം, ഇതുപോലെ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിത് ചൂടോടെ തന്നെ പൊടിച്ചെടുക്കണം ജാറിലിട്ട്. നിങ്ങളുടെ കയ്യിൽ ചെമ്പ അവലാണ് ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല കേട്ടോ. പൊടിക്കുമ്പോഴത്തേക്ക് അവൽ നമുക്ക് അതിൻ്റെ 3/4 ഭാഗമോളമേ കിട്ടുകയുള്ളൂ കേട്ടോ. നമുക്കിനി ഇത് പാകപ്പെടുത്താം. ഒരു പാനിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിന് ഒരു 2 കപ്പ് വെള്ളം ആവശ്യമാണ്. ഞാൻ ഈ ഒരു കപ്പിലാണ് അത് അളന്നെടുത്തിട്ടുള്ളത്. 2 കപ്പ് വേണം. ആ പാനിലേക്ക് തന്നെ നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്നും കളയണ്ട, അതിലേക്ക് തന്നെ നമുക്ക് ഒഴിക്കാം. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിതിന് ഒരു 3/4 ടീസ്പൂൺ കളർ ആഡ് ചെയ്യുന്നുണ്ട്, പിങ്ക് കളർ. ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇത് നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന അവലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കട്ട പിടിക്കാതെ മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ പിങ്ക് കളർ വേണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ ഒരു യെല്ലോ കളർ നിങ്ങൾക്ക് ഇതിന് കിട്ടും. അതല്ല, വെറുതെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോളണം. പൊടിച്ച് വെച്ചേക്കുന്ന ഏലക്കയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇതിവിടെ തീർന്നു ഈ പ്രോസസ്സ്. ഒരു 10 മിനിറ്റ് വേണ്ട നമുക്കിത് തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കണം. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കേസരിക്ക് എത്ര നെയ്യ് ചേരുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇത് 1 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ നെയ്യ് ഒന്ന് തെളിഞ്ഞ് വരണം. ആ പാനിൽ നിന്ന് ഇത് വിട്ട് കിട്ടുന്നതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി നട്ട്സും കിസ്മിസും കൂടെ ചേർത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. ഞാൻ കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഗാർണിഷ് ചെയ്യാനായിട്ട്. വളരെ എളുപ്പത്തിൽ റെഡിയാക്കാവുന്ന ഒരു കേസരിയാണിത്. റവ കേസരിയെക്കാളും വളരെ ഈസി ആയിട്ട് ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ ഇത് കഴിച്ച് നോക്കുമ്പോൾ ഇത് അവിലാണെന്നൊന്നും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഞാനിത് ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ആ ഷേപ്പിനാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബൗളിലാക്കുന്നത്. നിങ്ങൾക്കിതിങ്ങനെ ചൂടോടെ സ്പൂണിൽ കോരി കഴിക്കാം, അല്ലെങ്കിൽ വേറൊരു പ്ലേറ്റ് നിരത്തിയിട്ട് ഷേപ്പാക്കാം. വളരെ ഡിഫറെൻ്റായ അവിൽ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതിനു മുമ്പ് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. തീർച്ചയായും ഒരു വ്യത്യസ്ത ടേസ്റ്റാണ്. ഓണത്തിന് ഒരു സ്പെഷ്യൽ ഡിഷായി നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ ബെൽ ഐക്കൺ കൂടെ പ്രസ് ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ആൾ.